ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഡിവൈൻ മേഴ്സി സൺഡേ, ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നമ്മൾ അല്പസമയം ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ഇന്നലെ നമ്മൾ ദൈവകരുണയ്ക്ക് ഒരുക്കമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ഉപേക്ഷിക്കേണ്ടതായ ചില പാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയുണ്ടായി. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവകരുണ എടുക്കാം കൊടുക്കാം, രണ്ടും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് കരുണ. കരുണ നമ്മൾ ദൈവത്തിൽ നിന്ന് എടുക്കണം, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നിറവേറുമ്പോഴാണ് ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അർത്ഥവത്താവുക. അതുപോലെ തന്നെ ദൈവകരുണ കിട്ടാൻ 8 വഴികളെക്കുറിച്ച് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതേതെങ്കിലും മനുഷ്യർ പറഞ്ഞല്ല, ദൈവം തന്നെ പഠിപ്പിച്ചത്. ജ്ഞാനത്തിന്റെ പുസ്തകം 12:13 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കണ്ടെത്താവുന്ന ഏറ്റവും കാരുണ്യവാനായ വ്യക്തി നമ്മുടെ ദൈവം തന്നെയാണ്. ഏതാനും വചനഭാഗങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ ഈ ഒരു സത്യം അത് സ്ഥാപിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 103 8-ാമത്തെ വചനം, കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനുമാണ്. ദൈവത്തിന്റെ സത്ത് എന്താണ് എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. സങ്കീർത്തനം 145 8-ാമത്തെ വചനം, കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ഏതാനും സങ്കീർത്തന ഭാഗങ്ങൾ എടുത്താൽ തന്നെ നമ്മുടെ ദൈവത്തെ കാരുണ്യവാനാണ് നമ്മുടെ ദൈവം എന്ന ആ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 36-ാം സങ്കീർത്തനം 5 മുതൽ 7 വരെയുള്ള വചനഭാഗം, ദൈവത്തിന്റെ കാരുണ്യം അമൂല്യമാണ്, അത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ കാരുണ്യത്തെ വർണ്ണിച്ചിരിക്കുന്നത്. 33-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം, ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്, പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ. ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. സങ്കീർത്തനം 17 6-7 വചനങ്ങൾ എടുത്താൽ ദൈവത്തിന്റെ കരുണ എത്ര വിസ്മയകരം. പ്രഭാഷകൻ 5:6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ കരുണ നിസ്സീമമാണ്. ഇതെല്ലാം ദൈവം ആരാണ്, ദൈവകരുണയുടെ വ്യാപ്തി എത്ര വലുതാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന വചനഭാഗങ്ങളാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു 8 കാര്യങ്ങൾ, കരുണ കിട്ടാനുള്ള 8 മാർഗങ്ങൾ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് എളിമപ്പെടുക. ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, അഹങ്കാരം കളയുന്നവർക്കാണ് ദൈവത്തിന്റെ കരുണ എടുക്കാൻ പറ്റുക. എളിമപ്പെടാൻ നമുക്ക് സാധിക്കണം. സുഭാഷിതങ്ങൾ 3:34-ാമത്തെ വചനം, വിനീതരുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. അതിന് നമ്മൾ എളിമപ്പെടാൻ തയ്യാറാകണം, നമ്മൾ അഹങ്കാരം വെടിയാൻ തയ്യാറാകണം. മിക്കായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. കരുണ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. 1, നീതി പ്രവർത്തിക്കുക. 2-ാമത്തേത് വിനയം അഭ്യസിക്കുക. 3-ാമത്തേത് കരുണ കാണിക്കുക. ഈ 3 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. വിനയം, ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നത് ദൈവകരുണയ്ക്ക് നമ്മളെ യോഗ്യരാക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 2-ാമത്തെ ഒരു കാര്യമാണ് ശരണപ്പെടുക. ദൈവത്തിൽ ശരണപ്പെടണം. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ് ആ പടം, കരുണയുടെ ആ രൂപം അപ്രകാരം വരച്ചിരിക്കുന്നത്. അതോടൊപ്പം അതിലൊരു എഴുത്തുകൂടിയുണ്ട്. അതുകൂടെ ഉള്ളപ്പോഴാണ് അത് പൂർണ്ണമാവുക, കംപ്ലീറ്റ് ആവുക. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ ദീ. ദൈവമേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുന്നവരായി മാറുമ്പോൾ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ ഒഴുകി വരുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ, പല വിശുദ്ധരും ഒരുപോലെ പഠിപ്പിച്ചൊരു കാര്യം, ശരണം എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്, ശരണക്കേട് എന്ന് പറയുന്നത് ഒരു മാരകഭാവമാണ്. ശരണം പുണ്യം, ആ പുണ്യമാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. പ്രഭാഷകൻ 32:24 വായിച്ചാൽ, കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് ഒരു നഷ്ടവും വരത്തില്ല, വരാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ളത് തിരിച്ചറിയണം. കരുണയുടെ 2 മർമ്മവശങ്ങൾ എന്ന് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ദൈവകരുണയുടെ 2 മർമ്മവശങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. 1, ദൈവത്തോട് ശരണം. 2-ാമത്തേത് സഹജീവികളോട് കരുണ, ദയ. ഇത് രണ്ടും ചേർന്ന് പോകേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിൽ ശരണപ്പെടുന്നവര് സഹജീവികളോട് കരുണ കാണിക്കാൻ അവർ തയ്യാറായിരിക്കും. 3-ാമത്തെ മാർഗം, ദൈവകരുണ കിട്ടാനുള്ള മാർഗമാണ് കൽപ്പനകൾ പാലിക്കുക. പുറപ്പാട് 20:6 വായിച്ചാൽ, അതുപോലെ പ്രഭാഷകൻ 35:1 മുതൽ വായിക്കുമ്പോൾ അതെല്ലാം ദൈവകൽപ്പനകൾ പാലിക്കുന്നവർക്കുണ്ടാകാവുന്ന വൻ നേട്ടം വിവരിക്കുന്ന വചനഭാഗങ്ങളാണ്. നിയമാവർത്തനം 4:39-40 വചനങ്ങൾ, സ്വർഗത്തിൽ നിന്ന് കേട്ടൊരു സ്വരം, കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക്, നിന്റെ കുടുംബാംഗങ്ങൾക്ക്, നിന്റെ വരും തലമുറയ്ക്ക് വലിയ അനുഗ്രഹമുണ്ടാവും. 4-ാമത്തെ കാര്യമാണ്, നാം ദൈവത്തിൽ വസിക്കാൻ കൊതിക്കണം, ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെയുള്ളവർക്ക്
ദൈവകരുണ ലഭിക്കും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 15:7 വായിക്കുമ്പോൾ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കരുണ കിട്ടിയിരിക്കും. അതിന് വചനത്തിൽ വസിക്കുന്നവരായിട്ട്, ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. സങ്കീർത്തനം 23:6 വചനം കൂടി എടുത്താൽ, ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർക്ക് നന്മയും കരുണയും ലഭിക്കും. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൽ വസിക്കുക, ദൈവത്തിൽ വസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 5-ാമത്തെ കാര്യം, വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. സങ്കീർത്തനം 50:15 വചനം ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനർത്ഥകാലത്ത് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ സഹായിക്കും. മർക്കോസ് 10:46 മുതൽ വായിക്കുമ്പോൾ, ബർത്തിമേയോസ് കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവന് കാഴ്ച ലഭിച്ചു. മർക്കോസ് 1:40 മുതൽ വായിക്കുമ്പോൾ, ഒരു കുഷ്ഠരോഗി നിലവിളിച്ചു, കർത്താവ് തൽക്ഷണം അവനെ സുഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. നിലവിളിച്ചാൽ കരുണ ലഭിക്കും. 6-ാമത്തെ കാര്യമാണ്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. ദൈവത്തെ അറിഞ്ഞവർക്ക് കരുണ ലഭിക്കും. സങ്കീർത്തനം 36:10 വചനം, ദൈവത്തെ അറിയുന്നവർക്കാണ് ദൈവത്തിന്റെ കരുണ ലഭിക്കുക. ആ ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ദൈവത്തെ അറിയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവികമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കും. സുഭാഷിതങ്ങൾ 9:10 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. യേശുവിനെ പ്രാർത്ഥനയിൽ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ഒരു അറിവ് എന്നുള്ളത് നാം തിരിച്ചറിയണം. യോഹന്നാൻ 17:3 വായിച്ചാൽ, പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും അറിയുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കുക എന്നുള്ള കാര്യം. 7-ാമത്തെ കാര്യമാണ്, കർത്താവിനെ നോക്കിയിരിക്കുക. നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 123 2-ാമത്തെ വചനം, കരുണ കിട്ടുവോളം ഞാൻ ആ കർത്താവിനെ നോക്കിയിരിക്കും. സങ്കീർത്തനം പറഞ്ഞാണ്, അങ്ങനെയുള്ളവർക്ക് കരുണ കിട്ടാതിരിക്കുമോ? കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകൂ എന്നുള്ള മനോഭാവത്തോടെ കർത്താവിനെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അവസാനത്തേതാണ് നല്ല കുമ്പസാരം. 8-ാമത്തെ കാര്യം, കുമ്പസാരം ദൈവകരുണയുടെ തൂമ്പ് തുറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്താൻ തയ്യാറാകുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ കരുണ അത് വലിയ പ്രവാഹം പോലെ ഒഴുകി വരും. 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് മാത്രമല്ല ജീവിതത്തിലുടനീളം ദൈവകരുണ പ്രാപിച്ച് ആ കരുണയുടെ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ ശിരസ് നമിച്ച് സ്വീകരിക്കാം. ദൈവത്തിന്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.